സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം എടുക്കുക. 34 വാക്യം മുതൽ 38 വാക്യം വരെയും വായിക്കാം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അതു സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. അവൻ ദിവസേന പകൽ ദൈവാലയത്തിൽ ഉപദേശിച്ചു പോന്നു, രാത്രി ഒലിവുമലയിൽ പോയി പാർക്കും. ജനം എല്ലാം അവന്റെ വചനം കേൾക്കേണ്ടതിന് അതികാലത്ത് ദൈവാലയത്തിൽ അവന്റെ അടുക്കൽ ചെല്ലും. അവൻ എല്ലാ ദിവസവും പകൽ സമയത്ത് ദൈവാലയത്തിൽ ഉപദേശിച്ചു പോന്നിരുന്നു. രാത്രി ഒലിവുമലയിൽ പോയിട്ട് അവിടെ പാർക്കുമായിരുന്നു. എന്താണ് പറയുന്നത്? എല്ലാ ദിവസവും പകൽ സമയത്ത് പകൽ ദേവാലയത്തിൽ, രാത്രിയിൽ ഒലിവുമലയിൽ. പകൽ ദേവാലയത്തിൽ ഉപദേശിച്ചു, രാത്രി ഒലിവുമലയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഇതായിരുന്നു അവന്റെ ദിനചര്യ. നമ്മുടേതാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ദേവാലയത്തിൽ വന്നിട്ട് ഒരു 2 മണിക്കൂർ അവിടെ ഇരുന്ന് അതിനുശേഷമായിട്ട് പിന്നെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നമ്മുടെ ഇഷ്ടം. സമയം കിട്ടുവാണെങ്കിൽ ഇടയ്ക്ക് 1 മണിക്കൂറോ അരമണിക്കൂറോ ഒന്ന് ആലയത്തിലേക്ക് വന്നിട്ട് പോകും കുറച്ചു പേർ. എന്നാൽ കർത്താവ് എങ്ങനെയാണെന്നാണ്? എല്ലാ ദിവസവും. അവന്റെ ഓഫീസ് എവിടെയാണ്? ദൈവാലയത്തിൽ. അവന്റെ വേല എന്താണെന്ന് ചോദിച്ചാൽ ദൈവവേല. അവന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ തകർന്നവരെ ബലപ്പെടുത്തുക, വീണുകിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുക, സ്വർഗരാജ്യത്തെക്കുറിച്ച് ഉപദേശിക്കുക, സ്വർഗത്തിലേക്ക് പോകുവാൻ അവരെ ഒരുക്കിയെടുക്കുക, രോഗികളായിരിക്കുന്ന ആളുകൾക്ക് സൗഖ്യം കൊടുക്കുക, വീണുകിടക്കുന്ന ആളുകളെ എഴുന്നേൽപ്പിക്കുക, നശിച്ചു പോകുന്നവരെ അന്വേഷിച്ച് രക്ഷിക്കുക. പിന്നെ രാത്രി മുഴുവൻ നാം ആണെങ്കിൽ കിടന്നുറങ്ങാനിടയാകും. അവൻ ഒലിവുമലയിലേക്ക് പോയി പകൽ ചെയ്തതായ ആ ശുശ്രൂഷയെ, പകൽ സംസാരിച്ച ആ വ്യക്തികളെക്കുറിച്ച് രാത്രി മുഴുവനും അവൻ പ്രാർത്ഥിക്കുമായിരുന്നു, പിതാവുമായി കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. ഇന്നുള്ള ക്രിസ്തീയ ലോകത്തിന് പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാകുന്നില്ല. നമ്മുടെ യേശുക്രിസ്തു എന്താണോ ചെയ്തത് അതാണ് നമ്മോട് പറഞ്ഞത്. നമ്മുടെ കർത്താവ് ചെയ്തതാണ് പറഞ്ഞത്, അല്ലാതെ അവൻ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് അരുളി ചെയ്തില്ല. അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി. ജഡശരീരത്തിൽ ആയിരുന്ന സമയത്ത് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് അവൻ ജീവിച്ച് കാണിച്ചു. നമുക്കൊരു മോഡലായി. നമ്മുടെ മാതൃക ആരാണെന്ന് ചോദിച്ചാൽ യേശു കർത്താവാണ്. അവൻ എന്തായിരുന്നോ ചെയ്തത് അതും ഞാനും ചെയ്യേണ്ടതാകുന്നു. അവൻ ദൈവത്തിന്റെ ഉപദേശമനുസരിച്ചാണ് ജീവിച്ചത്. നാമും ഈ ദിവസം അങ്ങനെ അനുസരിക്കണം, പിന്തുടരേണ്ടതുണ്ട്. ഇന്നുള്ള ക്രിസ്ത്യാനികൾക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവിധമായ സൗകര്യങ്ങളുമുണ്ട്. വലിയ വലിയ ചർച്ചുകളുണ്ട്, അതുപോലെ മ്യൂസിക് സിസ്റ്റമുണ്ട്, ലൈറ്റ് സൗകര്യങ്ങളുണ്ട്, കസേരകളുണ്ട്, പാർക്കിംഗ് സ്ഥലങ്ങളുണ്ട്, അതുപോലെ ശവക്കല്ലറകളുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവിധമായ സൗകര്യങ്ങൾ ഉണ്ട്. ചോദിക്കട്ടെ, എത്ര ആളുകൾ എത്ര മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്? ഏതോ ഒരു സീസണലായിട്ട് ഒരു 40 ദിവസി അല്ലെങ്കിൽ 20 ദിവസി അല്ല. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല. 40 ദിവസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് ബൈബിളിലുണ്ട്. മോശ ഉപവസിച്ച് 40 ദിവസം രാവും പകലും ഭക്ഷണവും പാനീയവും ഇല്ലാതെ പർവ്വതത്തിൽ കയറിപ്പോയി പ്രാർത്ഥിച്ചിട്ട് 10 കൽപ്പനകളുമായിട്ട് വന്നു. വീണ്ടും അവർ അനുസരണക്കേട് കാട്ടുകയും അത് നശിപ്പിച്ചു കളയുകയും ചെയ്തിട്ട് വീണ്ടും ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് എടുത്തുകൊണ്ടുവന്നു കർത്താവിന്റെ അരികിൽ നിന്ന്. യേശു കർത്താവ്
സ്നാനപ്പെട്ടതിന് ശേഷം ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. ആ 40 ദിവസമുള്ള പ്രാർത്ഥനയിൽ കൂടി അവന്റെ ജീവിതത്തിൽ ജയം നേടുവാൻ ഇടയായി. ജഡമോഹത്തെയും കൺമോഹത്തെയും ജീവനത്തിന്റെ പ്രതാപത്തിനെയെല്ലാം ജയിക്കുവാൻ അവന് ആ പ്രാർത്ഥന കൊണ്ട് സാധിച്ചു. ഉപവാസ പ്രാർത്ഥന ചെയ്യുന്ന സമയം, ഉപവാസ പ്രാർത്ഥനയുടെ ശേഷമായി നീ ഏത് വിഷയത്തിനു വേണ്ടിയാണോ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ചത്, ആ വിഷയത്തിൽ പരിപൂർണമായ ജയം നേടുവാൻ കഴിയേണ്ടതാകുന്നു. പരിപൂർണമായ വിടുതൽ നേടുവാൻ കഴിയണം. നീ ഏത് വിഷയത്തിനാണോ പ്രാർത്ഥിച്ചത് അത് നിനക്ക് പ്രാപിക്കുവാൻ കഴിയണം. എന്നാൽ ഈ കാലത്ത് ഓരോരോ സമയങ്ങളിൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ ചെയ്യുന്നത് നല്ലതാണ്. ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. എന്നാൽ ദൈവം പറയുന്നു നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന്. യേശു കർത്താവ് 40 ദിവസം പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചില്ല. പകൽ മുഴുവൻ ഉപദേശിച്ചിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാനിടയായി. പ്രാർത്ഥന ഇഷ്ടപ്പെടുന്ന ആളുകൾ എത്ര പേരുണ്ട്? കൈ ഉയർത്താമോ? പ്രാർത്ഥിക്കുന്നതാണോ ഇഷ്ടം, പ്രാർത്ഥിപ്പിക്കുന്നതാണോ ഇഷ്ടം? ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏതു സമയത്തും ഏത് ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറായിരിക്കണം. എല്ലാ സ്ഥലങ്ങളിലും ഏതു സമയത്തും മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നത് സാധ്യമല്ല. എന്നാൽ ദൈവത്തോട് സംസാരിക്കുന്നതിനായി, ദൈവത്തോട് നിലവിളിക്കുന്നതിനായി ആശയോടെ ആയിരിക്കണം. എത്രയോ കാര്യങ്ങൾ നാം ദൈവത്തോട് പങ്കുവയ്ക്കേണ്ടതുണ്ട്. ദൈവത്തോട് നാം ചോദിക്കണം, ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന. നമ്മുടെ കർത്താവ് അത് ചെയ്യുവാനിടയായി. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് അന്ത്യദിനങ്ങളാണ്. കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. ഇത് ഏത് കാലമാണെന്നറിയാമോ? അന്ത്യകാലം. മനുഷ്യർ പലപ്പോഴും കലികാലം എന്ന് പറയാറുണ്ട്. എന്നാൽ നമ്മെ സംബന്ധിച്ചത് സ്വർഗത്തിലേക്ക് പോകുന്ന കാലമാണ്. കർത്താവ് വരുവാനുള്ള സമയം ആഗതമായിരിക്കുന്നു. അവനുവേണ്ടി കാത്തിരിക്കുന്നവരെ അവൻ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് വളരെ വിപരീതമായ രീതിയിലാകുന്ന ഈ സമയം. ലോകത്തിന്റെ സാഹചര്യത്തെക്കാൾ ക്രിസ്തീയ സഭകളുടെ സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായിരിക്കുന്നു. പരസ്പരം മത്സരിക്കുകയാണ്. ലോകക്കാർ എങ്ങനെയാണോ അതുപോലെയാണ് സഭയിലും. മത്സരിക്കുന്ന ആളുകൾ, വിമർശിക്കുന്നതായ ആളുകൾ, വ്യാഖ്യാനിക്കുന്നതായ ആളുകൾ, സഭയെക്കുറിച്ച്, പ്രസംഗകരെക്കുറിച്ച്, ദൈവദാസന്മാരെക്കുറിച്ച് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ അവർ ചെയ്യുന്നു. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ തോന്നുന്ന രീതിയിലെല്ലാം സംസാരിച്ച്, ഒരു പണിയുമില്ലാത്ത ആളുകൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? പറയൂ. നാം ആയിരിക്കുന്നത് അന്ത്യകാലത്താണ്. അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതായ സമയം. ധനമോഹികളായ ആളുകൾ, പണം പണം, എന്തു ചെയ്താലും പണം മാത്രമാണ് ആഗ്രഹം. പണമേ പ്രധാനം സഹോദര, പണമാണ് പ്രധാനം. ഏത് പാട്ടാണെന്നറിയാമോ? അത് സ്നേഹമാണ് പ്രധാനം, ക്രിസ്തുവിന്റെ സ്നേഹമാണ് പ്രധാനം എന്ന ഒരു പഴയ പാട്ടുണ്ട്. അതിന്റെ പുതിയൊരു വേർഷനാണിപ്പോൾ. ഇപ്പോൾ പ്രധാനം സ്നേഹമല്ല, പിന്നെന്താണ്? പണമാണ് പ്രധാനമെന്നാണ് പറയുന്നത്. ഒന്നിനും കൊള്ളാത്തതായ പണം. ധനമോഹം, കള്ളം പറയുന്നതായ ആളുകൾ, നുണ പറയുന്നവർ, ഇല്ലാത്തതിനെ ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അപവാദം പറഞ്ഞു പരത്തുന്ന അപവാദികൾ, സ്നേഹമില്ലാത്ത ആളുകൾ, ഹൃദയത്തിൽ അല്പം പോലും കരുണയും സ്നേഹവും ഇല്ലാത്തതായ ആളുകൾ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, അഹങ്കാരികൾ. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 5 വരെ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യ സ്വസ്നേഹികളും എവിടെ നോക്കിയാലും അബ്ബബ്ബബ്ബബ്ബാ. എന്താണത്? സ്വസ്നേഹികൾ, ദ്രവ്യാഗ്രഹികളും, വമ്പ് പറയുന്നവരും, അഹങ്കാരികളും, ദൂഷകന്മാരും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും, നന്ദികെട്ടവരും, അശുദ്ധരും, വാത്സല്യമില്ലാത്തവരും, ഇണങ്ങാത്തവരും, ഏഷണിക്കാരും, അജിതേന്ദ്രിയന്മാരും, ഉഗ്രന്മാരും, സൽഗുണദ്വേഷികളും, ദ്രോഹികളും, ധാർഷ്ട്യക്കാരും, നിഗളികളും. ഇതെല്ലാം ഡിഗ്രികളാണ്, നമുക്ക് കയ്യിൽ വെക്കുവാൻ കഴിയും. MA, BEd, PhD, DD, ഫോറിൻ ഡിഗ്രികളെപ്പോലെ. നോക്കുക, അവർക്ക് എത്രയോ ഡിഗ്രികളുണ്ട് ഈ കാലത്ത്. അജിതേന്ദ്രിയന്മാർ,
അജിതേന്ദ്രിയന്മാർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇന്ദ്രിയ ജയം ഇല്ലാത്ത ആളുകൾ. ദൈവം നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണവ? കണ്ണ്, ചെവി, മൂക്ക്, വായ, ത്വക്ക്. ഇത് ആശിക്കും. കണ്ണ് ആശിക്കുവാൻ, മോഹിക്കുവാൻ ഇടയാകും. ചെവിയാണെങ്കിൽ ആരെങ്കിലും നുണ പറഞ്ഞാൽ കേൾക്കും. എന്താണ്? ഇതിനെയെല്ലാം നാം കൺട്രോൾ ചെയ്യണം. ഇതിൽ കൂടി പാപം ഹൃദയത്തിലേക്ക് കടക്കും. അജിതേന്ദ്രിയന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ജയം ഇല്ലാത്ത ആളുകൾ, ഇന്ദ്രിയങ്ങളെ അശുദ്ധരാക്കുന്ന ആളുകൾ, കൺട്രോൾ ഇല്ലാത്തവർ. കാണുന്നതെല്ലാം കഴിക്കണം, കാണുന്നതെല്ലാം വാങ്ങിക്കൂട്ടണം, തോന്നുന്നതുപോലെയൊക്കെ സംസാരിക്കണം, ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം മനസ്സിൽ കൂട്ടിവെക്കണം. അജിതേന്ദ്രിയന്മാർ, അപവാദികൾ, മറ്റുള്ളവരെ കുറിച്ച് നിന്ദിക്കുന്ന ആളുകൾ, ഉഗ്രന്മാർ, സൽഗുണ ദ്വേഷികൾ, ദ്രോഹികൾ, ധാർഷ്ട്യക്കാർ, നിഗളികൾ. ധാർഷ്ട്യക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക? ധാർഷ്ട്യമുള്ളവർ ആരാണ്? അറിയാവുന്ന ആളുകൾക്ക് പറയുവാൻ കഴിയും, അറിയില്ലാത്ത ആളുകൾക്കും പറയുവാൻ കഴിയും. എന്നാൽ കുറച്ച് അറിയാവുന്ന ആളുകളെ കുറിച്ച് പറയില്ലേ, അവരാണ് ധാർഷ്ട്യക്കാർ. അറിയാത്ത കാര്യം അറിയാവുന്ന രീതിയിൽ പ്രവർത്തിക്കും, അറിയാവുന്ന കാര്യമാണെങ്കിൽ അറിയില്ലാത്ത രീതിയിൽ പെരുമാറാനിടയാവും. ഇവരോട് തർക്കിക്കാൻ പോയാൽ ഒരു രീതിയിലും അവർ നിങ്ങൾക്ക് അംഗീകാരം നൽകില്ല. താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന രീതിയിലുള്ളവർ. ധാർഷ്ട്യക്കാരാണ് ഇന്നത്തെ മനുഷ്യർ. ഒന്നും അറിയില്ലെങ്കിലും അറിയാവുന്ന രീതിയിൽ ഭാവിക്കും. മുട്ട വന്നിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ ഉപദേശിക്കുന്നുവെന്ന്. എന്താണ്? മുട്ട ഇപ്പോൾ വന്നതേ ഉള്ളൂ. അത് വന്നിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ ഉപദേശിക്കുകയാണ്. അങ്ങനെ ഇരിക്കണം, നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്താണ് ഇപ്പോൾ പറയുന്നത്? നേരത്തെ വന്നതായ ചെവിയെക്കാട്ടിൽ ഇന്ന് ഇപ്പോൾ വന്ന കൊമ്പാണ് വലുതെന്ന് പറയുന്നു. കൊമ്പ് മുളച്ചു വരുമ്പോഴേ കുത്തുവാൻ തുടങ്ങും. അതുകൊണ്ട് ധാർഷ്ട്യമാണത്. എനിക്ക് മാത്രമേ സകലതും അറിയൂ, മറ്റുള്ളവർക്കൊന്നും അറിയില്ല. ഈ കാലത്ത് അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നു. ലോകത്തും അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലുള്ളത്. അതുപോലെ ക്രിസ്തീയ സഭകളിലും അങ്ങനെയുള്ള അനേകം ആളുകളുണ്ട്. വളരെ ദുഃഖകരമാണ്, വളരെ ദയനീയമാണ്, വളരെ സങ്കടകരമാണ്. ഒരു വലിയ മരം വെട്ടുകയാണ്. മരം വെട്ടുന്ന സമയത്ത് ആദ്യം ഞാൻ വെട്ടാമെന്ന് പറഞ്ഞ കുറേ പേർ വന്നിട്ട് വെട്ടി അവസാനം ക്ഷീണിച്ചു പോയിട്ട് തങ്ങളാൽ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുവാൻ ഇടയായി. അങ്ങനെ വീണ്ടും കുറേ പേർ വന്നിട്ട് വെട്ടി തങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം തിരിച്ചുപോയി. അങ്ങനെ അത് എല്ലാവരും വന്ന് വെട്ടി അത് ആ മരം മുറിയാറായിരുന്നു. അവസാനം ഒരു വന്നിട്ട് ഞാനിപ്പോൾ വെട്ടാമെന്ന് പറഞ്ഞിട്ട് ഒറ്റ വെട്ടിന് അങ്ങനെ മരം വീഴാനിടയായി. എന്നിട്ട് പറയുകയാണ് ഞാൻ വെട്ടിയിട്ടത് നോക്കുമെന്ന്. യഥാർത്ഥത്തിൽ ആരാണ് വെട്ടിയത്? ഇവനാണോ? ആരാണ് വെട്ടിയ ആളുകൾ? ഇത്രയും നേരം 30-40 പേർ വന്ന് വെട്ടിയില്ലേ, അവരാകുന്നു ആ മരം അത്രയും മുറിക്കുവാനിടയായത്. എല്ലാവരും കൂടി പണിയെടുത്തത് കൊണ്ടാണ് ആ മരം മുറിഞ്ഞത്, അല്ലാതെ ഞാനാണ് മുറിച്ചത് എന്ന് പറയുന്ന ആളുകൾ, ധാർഷ്ട്യക്കാർ. ഇങ്ങനെയുള്ള സ്വഭാവം ഉള്ള ആളുകൾ വിശ്വാസ ജീവിതത്തിലുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തകർന്നു പോകാനിടയാകും. നല്ല ധാന്യത്തിന്റെ നല്ല വിത്തിനങ്ങൾ കൊണ്ടുവന്നിട്ട് അത് മുള വന്നതിന് ശേഷം, ആ നല്ല മുളകൾ ഉണ്ടായതിനു ശേഷം അത് കൊണ്ടുപോയിട്ട് കൃഷിസ്ഥലത്ത് അത് വിതയ്ക്കാനിടയാകും. അതറിയാമോ? നിങ്ങൾക്കറിയാമല്ലോ. നല്ലവണ്ണം ആ നിലം ഉഴുതുമറിച്ച് വെള്ളം നല്ലവണ്ണം ഒഴിച്ചു കൊടുത്ത് നല്ല മൃദുവാക്കി മണ്ണാക്കിയതിന് ശേഷം ആ ശ്രേഷ്ഠമായ വിത്തുകൾ അവിടെ കൊണ്ട് വിതയ്ക്കും. ഞാറുകൾ ഓരോന്നോരോന്നായിട്ട് നട്ടുകൊണ്ടുപോകും. ഒരു 10-15 ദിവസം, അല്ലെങ്കിൽ എത്ര ദിവസമാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. വീണ്ടും ആ കൃഷി സ്ഥലത്ത് പണിയുണ്ട് ആളുകൾക്ക്. എന്താണ്? ഞാറ് നടുന്ന സമയത്ത് ഒരു പണിയുണ്ട്. പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത്? അതിൽ നിന്ന് കളകൾ പറിച്ചു കളയും. എന്താണത്? കള പറിക്കുക എന്നത്. എന്നാൽ എന്താണ്? ഇവർ പിന്നെ അവിടെ ചെന്ന് എന്താണ് ചെയ്യേണ്ടത്? വിതയ്ക്കാതെ തന്നെ കിളിർത്ത ചെടികളുണ്ട്. എന്താണ് കിളിർത്തത്? കള. ആവശ്യമില്ലാത്ത കള. ആ കളകൾ കിളിർത്തു വരുന്നതായ സമയത്ത് ഇവർ ചെന്നിട്ട് അതെല്ലാം ക്ലീൻ ചെയ്തില്ല എങ്കിൽ പകുതിയിൽ കൂടുതൽ പോലും നിങ്ങൾക്ക് ഫലം കിട്ടുകയില്ല. ഇനിയും വിചിത്രം എന്താണെന്ന് വെച്ചാൽ, ഈ ഒറിജിനലായിരിക്കുന്ന നല്ല വിത്തിൽ നിന്ന് വരുന്ന ചെടിയാണെങ്കിൽ ശോഷിച്ചു നിൽക്കും. എന്നാൽ ഈ വളമെല്ലാം വലിച്ചെടുത്ത് കള വളരെ ബലം ആയിട്ട് നിൽക്കുന്നത് കാണാൻ കഴിയും. നാം ദൂരെ നിന്ന് നോക്കുകയാണെങ്കിൽ നോക്ക്, എത്ര നല്ല ഓജസ്സോടെയാണ് നിൽക്കുന്നത്. നിങ്ങൾ വയലിൽ ചെന്ന് നോക്കിയാൽ കതിരുള്ളതായ ഫലമെല്ലാം തന്നെ എങ്ങനെ നിൽക്കും? കുനിഞ്ഞു നിൽക്കുന്നത് കാണാം. വളരെ നല്ലവണ്ണം വിളവ് കായ്ച്ചതായ ചെടികൾ എങ്ങനെയാണ് നിൽക്കുന്നത്? ഇങ്ങനെ തല കുനിച്ചുകൊണ്ട് അനുസരണത്തോടെ നിൽക്കുന്നത് കാണാം. ചിലതുണ്ടോ, ഒരു ഫലമില്ലാത്ത ചില ചെടികളെ കാണാൻ കഴിയും. അതെങ്ങനെയാണ് നിൽക്കുന്നതെന്നറിയാമോ? ഒരു ഫലവുമില്ലാതിട്ടും നേരെ നിൽക്കുകയാണ്. ഭയങ്കര ഗമയാണ് അതിന്.
എന്താണ്? ഫലിക്കുന്ന ആളുകൾ, ദൈവത്തെ അനുഗമിക്കുന്നതായ ആളുകൾ, അവർ താഴ്മയുള്ളവരായിരിക്കും, താഴ്മയുള്ള സ്വഭാവം ഉള്ളവരായിരിക്കും, താഴ്മ ശീലിക്കുന്നവരായിരിക്കും. തന്നെത്താൻ താഴ്ത്തുന്നവർ തന്നെത്താൻ ഉയർത്തുന്നു. മറ്റുള്ളവരെന്താണ്? വിമർശിക്കുന്നു. നേരെ നിന്നിട്ട് എന്താണ് പറയുന്നതെന്ന് അറിയാമോ? എന്താണ്? നാണമില്ലാതെ കുനിഞ്ഞു നിൽക്കുകയാണോ? ആ ഭാരം നിനക്ക് വഹിക്കാൻ കഴിയുന്നില്ലേ? ബലമില്ലേ? നിനക്ക് ഒരു ഭാരവുമില്ലല്ലോ. ഇതാണ് അന്ത്യകാലങ്ങളിൽ മനുഷ്യൻ ചെയ്യുന്നത്. ധാർഷ്ട്യക്കാർ. ഒരുവൻ മരത്തിൽ കയറി, ഒരു കൊമ്പിൽ കയറി ഇരുന്നിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങോട്ട് വെട്ടുകയാണ്. എടാ, നീ വീഴുമെന്ന് പറഞ്ഞാൽ എനിക്കറിയാം, നീ നിന്റെ കാര്യം നോക്കാൻ പറഞ്ഞു. നീ ആരാണ് എന്നെ പഠിപ്പിക്കാന്ന് പറയുന്നു. അപ്പോൾ എന്താണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ ഇരിക്കുന്ന കൊമ്പ് നീ തന്നെ മുറിക്കുകയാണ്. ഈ കാലത്ത് അങ്ങനെയാണ്. പറഞ്ഞാൽ കേൾക്കുകയില്ല, പറഞ്ഞാൽ മനസ്സിലാക്കുകയില്ല. ഒന്നുമില്ലാത്ത ആളുകളും നിഗളിക്കുന്നത് കാണാം. സൗമ്യമായിരിക്കുവാൻ വേണ്ടി പഠിക്കുക, താഴ്മയോടെ ഇരിക്കുവാൻ പഠിക്കുക. എല്ലാം ഞങ്ങൾക്കുണ്ടെങ്കിലും ഞങ്ങൾ താഴ്മയോടെ ആയിരിക്കില്ല. അത് കുറച്ചുനാൾ മാത്രമേ ഉള്ളൂ. എന്താണ്? അവൻ സ്ഥിരപ്പെട്ടതിന് ശേഷം നിഗളം ഉള്ളവനായിട്ട് ദൈവത്തോട് തിരിയാനിടയാകും എന്ന് അനേകം രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായതിനു ശേഷം ഒരു സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ഉപദേശങ്ങൾ കേൾക്കില്ല, മറ്റുള്ളവരെ അംഗീകരിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അംഗീകരിക്കില്ല. മറ്റുള്ളവർ കാര്യങ്ങൾ പറയുമ്പോൾ, അഭിപ്രായങ്ങൾ പറയുമ്പോൾ നീ അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. എന്താണ്? ചിക്കൻ ഗുനിയാണോ? നിഗളം വന്നിരിക്കുന്നു. എന്താണ്? മറ്റുള്ളവരെ അംഗീകരിക്കാത്ത ആളുകൾ, പറഞ്ഞാൽ അനുസരിക്കാത്ത ആളുകൾ, മറ്റുള്ളവരെ വിമർശിക്കുന്ന ആളുകൾ, ആ കാര്യം എനിക്കറിയാം എന്ന് പറയുന്നവർ, എനിക്കറിയാം എന്ന് പറയുന്നവർ. അങ്ങനെ തലയാട്ടുന്നവരെ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം അവർക്ക് രോഗം കൂടിപ്പോയെന്നാണ്. നാശത്തിന് മുൻപ് ഗർവം ഉണ്ടാകുന്നു, വീണുപോകുന്നതിന് മുൻപ് അഹങ്കാരം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് നാം ഈ അന്ത്യനാളുകളിൽ സാഹചര്യങ്ങൾ എങ്ങനെയാണുള്ളത്, മനുഷ്യർ എങ്ങനെയാണ് മാറിപ്പോകുന്നത്, അവരെയും ഇവരെയും ഒക്കെ നോക്കിയിട്ട് നാം എന്തിനാണ് നീതിയോടെ ആയിരിക്കുന്നത്? നമ്മൾ മാത്രം എന്തിനിങ്ങനെ കഷ്ടപ്പെടണം? നാം ബുദ്ധിമുട്ട് അനുഭവിക്കണം, മറ്റുള്ളവർ മുമ്പിൽ ഒന്നുമില്ലാത്തവനെ പോലെ ജീവിക്കണം. നമ്മൾ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കഴിവില്ലാത്തവനെ പോലെ ഇരിക്കുന്നു? നമ്മുടെ കഴിവ് കാണിച്ചു കൊടുക്കാം, നമ്മുടെ ബലം നമുക്ക് കാണിച്ചു കൊടുക്കാം, നമുക്കും അങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ള ചിന്ത വരാതെ ജാഗ്രതയോടെ ആയിരിക്കുക. 34 വാക്യം, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും. എന്തിനാണ് ഉപവാസം ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ കുറച്ച് ഉണർന്നിരിക്കാൻ വേണ്ടിയാണ്. ആഹാരം കൂടുകയാണെങ്കിൽ ഉറക്കം വരുമോ ഇല്ലയോ? മയക്കം വരുമോ ഇല്ലയോ? നാം കഴിക്കണം. എത്രയും കഴിക്കണം. എത്ര വരെ? ചില ആളുകൾ വെറുതെ കിട്ടുകയാണെങ്കിൽ ഭക്ഷണം വാരി വലിച്ച് കഴിക്കും. വീട്ടിൽ വെച്ച് വിളമ്പി കഴിക്കത്തില്ല. കല്യാണത്തിന് പോവുകയാണ് എങ്കിൽ 2 ദിവസത്തേക്കുള്ള ഒരുമിച്ച് കഴിക്കുന്നത് കാണാം. ബാക്കി വരികയാണെങ്കിൽ ബാഗിൽ എടുത്തുകൊണ്ട് വരികയും ചെയ്യും. ആഹാരത്തിന് കാര്യം പറയുമ്പോൾ നേരത്തെ ഒരു ടൈം ഉണ്ടായിരുന്നു. രാവിലെ കഴിച്ചാൽ പിന്നെ ഉച്ചവരെ പിന്നെ ഒരു ആഹാരവും കഴിക്കുകയില്ലായിരുന്നു. ഉച്ചയ്ക്ക് കഴിച്ചാൽ പിന്നെ രാത്രി വരെ ഒന്നും തന്നെ കഴിക്കുകയില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ലേ? എപ്പോൾ കിട്ടിയാലും, ഏത് സമയത്ത് കിട്ടിയാലും, എന്ത് കിട്ടിയാലും അപ്പോൾ കഴിക്കുന്നതാണ്. അങ്ങനെ അമിതമായി കഴിക്കുന്നത് കൊണ്ട് മനുഷ്യന് ഒരു രീതിയിലുള്ളതായ ഉറക്കം ഉണ്ടാകും. ആഹാരത്തിൻ്റെ കാര്യമാണ് ചിന്ത. എപ്പോഴും രാവിലെ എഴുന്നേറ്റാൽ പിന്നെ വൈകുന്നേരം വരെ ആഹാരം. ചിലർ പാചകം ചെയ്തുകൊണ്ടേയിരിക്കും. ഭക്ഷണം ഉണ്ടാവുക, വിളമ്പി കഴിക്കുക, പാത്രം കഴുകി വയ്ക്കുക. ആകയാൽ എന്തു തിന്നും, എന്തു കുടിക്കും, എന്തൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ചിലർ വളരെ ക്ഷീണിച്ചിരിക്കുന്നത് കാണാം. മണ്ണ് തിന്ന പാമ്പിനെ കൊട്ടാണെന്നാണ് ചിലർ പറയുന്നത്. ചെളിയിൽ കിടക്കുന്ന പാമ്പ് അതെപ്പോഴും അവിടെ തന്നെ കിടക്കും. അത് വിശക്കുന്ന സമയത്ത് അവിടെ കിടന്ന് ആ മണ്ണ് തന്നെയാണ് തിന്നുന്നത്.
ആ ചെളിക്ക് നല്ല ഭാരമുണ്ട്, നിങ്ങൾക്കറിയാമോ? ആ മണ്ണ് അതിൻ്റെ വയറ്റിൽ ചെന്നാൽ പിന്നെ അത് ദഹിക്കുകയില്ല. അത് വയറ്റിൽ ചെല്ലുന്ന സമയത്ത് പാമ്പിന് എന്ത് സംഭവിക്കും? പിന്നെ അതിൻ്റെ ഭാരത്താൽ അത് അവിടെ തന്നെ കിടക്കും. നിങ്ങളതിനെ തല്ലിയാലും കൊന്നാലും എന്ത് ചെയ്താലും അത് അനങ്ങാതെ അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കും. പെട്ടെന്ന് അതിനെ തല്ലിക്കൊല്ലുവാൻ കഴിയും. എന്താണ്? പിശാച് അതുപോലെ മനുഷ്യന് ആ ക്ഷീണം, ഉറക്കം കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം ആരോ ഒരു സ്ത്രീ ഓട്ടോയിൽ കുഞ്ഞിനെ മറന്നു വെച്ചിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോയി. എന്താണ് പറയുന്നത്? സ്വന്തം കുഞ്ഞിനെ മറന്നു വെച്ചിട്ട് സെൽഫോണിൽ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. അവൾക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? പറയൂ. ഒരു അമ്മ തൻ്റെ സ്വന്തം കുഞ്ഞിനെ മറന്നുപോയാലും അവർ മറക്കാനിടയാകില്ല. അഥവാ അവർ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല. എന്താണ്? എത്രയാളുകൾ ഈ ദിവസം ആ സീരിയലിൽ മുഴുകിയിരുന്നിട്ട് സെൽഫോണിൽ എന്തോ കണ്ട് മുഴുകിയിരുന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് അത് ശ്രദ്ധിച്ചിരുന്ന്, ചിലരാണെങ്കിൽ ഹെഡ്ഫോൺസ് ഒക്കെ വെച്ചിട്ട് റോഡിലൂടെ ഭ്രാന്തരെ പോലെ സംസാരിച്ചു പോകുന്ന കാണാം. അടുത്ത് നിന്ന് ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയത്തില്ല, കേൾക്കത്തില്ല, ആഹു ആഹു എന്നൊക്കെ ഫോണിൽ പറയും. തലമുടിയും വളർത്തിയിട്ടേക്കുന്നുണ്ട്, ഹെഡ്ഫോൺസ് കാണാനും കഴിയത്തില്ല. മയക്കമാണ്, സെൽഫോൺ മയക്കമാണ് ഇന്ന് അനേകം ആളുകൾക്ക് ഉള്ളത്. എന്താണ്? എന്തോ കണ്ടുകൊണ്ട് മുഴുകിയിരിക്കുകയാണ്. ഭാര്യ വിളിച്ചു പറയുന്നു, നോക്കൂ വീട് കത്താൻ തുടങ്ങുന്നു. ആഹാ, അയ്യോ ഗ്യാസിന് തീ പിടിച്ച് പൊട്ടാനിടയാകും. കുഴപ്പമില്ല. പുറമേ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാറില്ല, അതിരിക്കുന്നുണ്ട്. അതുപോലെ ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്. ഉപജീവന ചിന്തകൾ എന്ന് പറഞ്ഞാൽ ലോക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. വീടിൻ്റെ വാടക കൊടുക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം, ഫോൺ ബില്ല് അടയ്ക്കണം, വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങണം, രാവിലെ അങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുന്നു, അവിടേക്ക് പോകണം, ഇവിടേക്ക് പോകണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നാളെ ജോലിക്ക് വേണ്ടി പോകണം, നാളെ ഫീസ് കൊടുക്കണം, ടാക്സിൻ്റെ ബില്ലടയ്ക്കണം. അങ്ങനെ എന്തെങ്കിലും ഓരോ പണി നമ്മുടെ ജീവിതത്തിൽ ദിനവും എല്ലാ ദിവസവും കാണും. ലോകത്തെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, പണികൾ. ഐഹികമായ ചിന്തകൾ, വിചാരങ്ങൾ, അതിൽ പലതും ചെയ്യുവാനുള്ള കഴിവ് നമുക്കില്ല. നമുക്കതിന് ഉള്ള പണമില്ല. പണമില്ലാത്തവർക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണമുള്ളവരുടെ കാര്യം നമുക്ക് പറയണമോ? അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പോലും കഴിയുകയില്ല. അത് എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് തന്നെ അതാണ് ഉപജീവനമായ ചിന്തകൾ. അതുകൊണ്ടാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നാം ചിന്തിച്ചു കൊണ്ടിരിക്കരുത്. ആവശ്യമില്ലാത്തതായ കാര്യങ്ങൾ. മാർത്തേ, നീ പലതിനെച്ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. നിന്റെ മനസ്സ് ദൈവത്തിങ്കലായിരിക്കണം. ദൈവത്തിൽ ഏകാഗ്രതയോടുകൂടി ഇരിക്കുവാൻ കഴിയാതെ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തി ദൈവമായുള്ള കൂട്ടായ്മ കളയുന്നതായ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രവൃത്തികളുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ജോലിയുണ്ടെങ്കിൽ, വ്യാപാരമുണ്ടെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? അതിനെ വിട്ടുകളയണം. എനിക്ക് പണിയുണ്ട്. എന്താണ് മീറ്റിങ്ങിന് കണ്ടില്ലല്ലോ? എനിക്ക് ജോലിയുണ്ട് കേട്ടോ, ഒരുപാട് പണിയുണ്ട് കേട്ടോ. ജോലിക്ക് പോകുന്നവർ ഇങ്ങനെ പറയും. വീട്ടിലിരിക്കുന്നവർ എന്താണ് പറയുന്നത്? മക്കളുണ്ട് കേട്ടോ, മക്കൾ കാരണം ഒരുപാട് കഷ്ടപ്പാടാണ്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട്. മറ്റൊരു കൂട്ടർ വയസ്സായിരിക്കുന്നു, നടക്കാനൊന്നും വയ്യ കേട്ടോ. അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. എന്നാൽ മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക, നിന്റെ ജോലികൾ എളുപ്പമാകും. ഒന്നാമത് ദൈവത്തിന്റെ കാര്യങ്ങൾ, അതിനുശേഷം നിന്റെ കാര്യങ്ങൾ നോക്കൂ. മുന്നമേൽ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അപ്പോൾ ഇത് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ചില നിമിഷങ്ങൾ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവ് ഈ സമയം നിന്നോട് സംസാരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും നിരാശപ്പെട്ട് പോകുന്നു, പലപ്പോഴും ഞാൻ തകർന്നു പോകുന്നു, പലപ്പോഴും ഞാൻ നിരാശപ്പെട്ട് വിഷാദത്തിൽ ആകുന്നു, പലപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. എല്ലാം മനസ്സിലാക്കിയിട്ട് കർത്താവിനോട് അപേക്ഷിക്കാം. കർത്താവെ, പ്രാർത്ഥിക്കുവാൻ സഹായിക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനെ നൽകണമേ. മയക്കത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ഉപജീവന ചിന്തകളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ധനമോഹത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എൻ്റെ കർത്താവിനോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. സ്വർഗത്തിലേക്ക് നോക്കി സ്വരമുയർത്തി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കുമാറാകണമേ. ഞാൻ എത്രയോ പ്രാർത്ഥിച്ചു, എനിക്ക് മറുപടി കിട്ടിയില്ല കർത്താവേ. ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ലഭിച്ചില്ല ദൈവമേ. അതുകൊണ്ടാണ് ഞാൻ നിരാശപ്പെട്ടു പോയത്. എന്നോട് ക്ഷമിക്കണമേ ദൈവമേ. ഉണർവോടെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ കൃപ തരണമേ. ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ സഹായിക്കണമേ. നിന്റെ വാഗ്ദാനങ്ങളെ
പ്രാപിച്ചെടുക്കുന്നതുവരെയും ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഉണർവോടുകൂടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വായു തുറന്ന് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എന്നോടൊപ്പം പ്രാർത്ഥനയിൽ ഏകീഭവിക്കുക. പരിശുദ്ധനായ സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നോക്കണമേ. ഈ പ്രാർത്ഥനയിൽ എത്ര വലിയ ശക്തിയുണ്ട്! പ്രാർത്ഥനയിൽ കൂടി എങ്ങനെയുള്ള സൗഖ്യം പ്രാപിക്കാൻ കഴിയും? മാനസികമായി, ശാരീരികമായിട്ട്, ആത്മീയമായി ഞങ്ങൾക്ക് ബലം പ്രാപിക്കുവാൻ കഴിയുമാറാകണമേ. ഇടവിടാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതായ ക്രിസ്തീയ ഭക്തി ഞങ്ങൾക്ക് നൽകണമേ. ചെറുകടിച്ചുയരുന്ന കഴുകനെ പോലെ ഉയരത്തിലേക്ക് പറക്കുന്നതായ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോകം ഞങ്ങളെ ആകർഷിക്കുവാൻ പാടില്ല. ഈ ലോകത്തിന്റെ ശക്തികൾ ഞങ്ങളെ വീഴ്ത്തിക്കളയുവാൻ പാടില്ല. ലോകത്തിലെ ആളുകളുടെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കലും നിരാശ സൃഷ്ടിക്കുവാൻ പാടില്ല. ദൈവമേ, നിന്റെ വചനത്തിൽ വിശ്വാസം അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബലഹീനരെ നീ ബലപ്പെടുത്തുമാറാകണമേ. വീണുകിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുമാറാകണമേ. നിരാശപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ. മുറിവേറ്റവരുടെ മുറിവുകളെ നീ കെട്ടുമാറാകണമേ. നിന്റെ സ്നേഹത്താൽ, നിന്റെ ആശ്വാസത്താൽ, നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ കൃപ തന്ന് ഞങ്ങളെ നടത്തണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെ മേൽ ഇന്നു മുതൽ എന്നേക്കും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.